നമ്മുടെ നാട്ടില് ഏറ്റവും വലിയൊരു മിസ്കോൺസെപ്റ്റ് ഉണ്ട്. ആണുങ്ങൾക്ക് ഏജിങ് സംഭവിച്ച ഒരു കുഴപ്പമില്ല. ആണുങ്ങൾക്ക് വയസ്സായ യാതൊരു പ്രശ്നവുമില്ല. ഇപ്പൊ എന്റെ അച്ഛന്റെ തലയില് ഒരു നരച്ച മുടി വന്നു കഴിഞ്ഞാൽ ആണുങ്ങളല്ലേ, അച്ഛനല്ലേ കുഴപ്പമില്ലാന്ന് പറയും. പക്ഷെ അമ്മക്കൊരു നരച്ച മുടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാ. ഓ, സ്ത്രീകൾ അവരുടെ ശരീരം ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് വയസ്സാവുന്നതെന്നൊക്കെ. അതെന്താണ് ഈ ഏജിങ്ങിന്റെ കാര്യത്തിൽ വരുമ്പോൾ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഇത്രമാത്രം സൊസൈറ്റി പ്രഷർ ഉണ്ടാവുന്നത്? സൊസൈറ്റിയൽ പ്രഷർ എന്ന് പറയുന്നത് ആഹ്, സ്ത്രീകളുടെ സൗന്ദര്യം എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ ഉം, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഉം, സ്ത്രീ എന്നും ഭംഗിയായിരിക്കണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും എല്ലാം. ഉം. അപ്പോൾ സ്ത്രീകളിലെ ഏജിങ് വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അവരുടെ ഭാര്യ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ആരാണെന്ന് കൂട്ടിക്കോട്ടെ, അവർ നല്ല ഭംഗിയായിരിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഉം, പറയുന്നത്. നരച്ചു വന്നല്ലോ, പ്രായം തോന്നിക്കുന്നല്ലോ, ഉം. കാഴ്ചയ്ക്ക് എന്താണ് വളരെ ക്ഷീണിതയാണ് എന്നൊക്കെ അതെ. ചോദിക്കുന്നത്. സോ സ്ത്രീ എന്നും ഭംഗിയായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്. ഉം, സോ അതിനെന്താ വേണ്ടത് എന്നുള്ളത് അവർ തീരുമാനിക്കണം എന്നുള്ളതാണ്. ഉം, ഭംഗിയാവണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഉം, പിന്നെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ഏജ് കമ്പാരിസൺ അല്ലെങ്കിൽ ഏജിങ് കമ്പാരിസൺ എടുത്തു ഉം, കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീ വളരെ ഫാസ്റ്റ് ആയിട്ട് ഏജിങ് ആവും എന്നുള്ളതാണ്. ഉം, അപ്പോൾ സ്ത്രീ ഫാസ്റ്റ് ആയിട്ട് ഏജിങ് ആവുമ്പോഴത്തേക്കും ഒരു സ്ത്രീയും പുരുഷനും കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും പുരുഷൻ ഒരു 10% എഫേർട്ടാണ് അവൻ്റെ സൗന്ദര്യത്തിന് അല്ലെങ്കിൽ അവൻ്റെ പ്രായം കുറയ്ക്കാൻ ഉം, മെനക്കെടുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഒരു 100% എഫേർട്ട് ഇടണം എന്നുള്ളതാണ്. ഉം, എന്നാൽ മാത്രമേ അത് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഉം, സോ സ്ത്രീകൾ, ഞാൻ എപ്പോഴും പറയും, പാവം സ്ത്രീകൾക്കാണ് എല്ലാ പ്രശ്നങ്ങളും വരിക എന്നുള്ളത്. ഉം, അതായത് ഹോർമോണൽ ഇഷ്യൂസ് ഉം, ആയിക്കോട്ടെ, മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ ആയിക്കോട്ടെ, ഉം, ഏജിങ് ആയിക്കോട്ടെ, ഈ ഉം. പാവം സ്ത്രീകൾക്കാണ് എല്ലാം ദൈവം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അതെ. സോ അതായത് പുരുഷൻ എടുക്കുന്നതിൻ്റെ ഉം, ഒരു 100% ഒരു മാക്സിമം എഫേർട്ട് സ്ത്രീ എടുത്തിരിക്കണം. ഉം, സോ അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷൻ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഉം, ആ ഒരു മാനസികമായിട്ടും അവരെ എന്താ പറയുക, ഒരു ബോഡി ഷെയ്മിംഗ് ഒന്നും അതൊന്നും ഉം. പാടില്ല. അതൊന്നും ഈ അതെ. കാലഘട്ടത്തിൽ ഇല്ല. ഉം, ഒരു മാക്സിമം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് സ്ത്രീകൾക്ക്. ഉം, അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉം. സ്ത്രീകളും വളരെ ആ ഏജിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.